ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ മാത്സിലെ പ്രവർത്തന പുസ്തകം ഗണിതമിഠായി. അപ്പൊ നമ്മുടെ ഗണിതമിഠായി എന്നുള്ള പ്രവർത്തന പുസ്തകത്തിലെ നമ്മുടെ മൂന്നാമത്തെ പാഠം ആമിയുടെ പിറന്നാൾ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരും ആമിയുടെ പിറന്നാൾ എന്നുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ടു കാണുന്നു കരുതുന്നു. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. അപ്പൊ നമ്മൾ ആമിയുടെ പിറന്നാൾ എന്നുള്ള ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്, പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. വർക്ക്ഷീറ്റ് 14 നിന്നാണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആമിയുടെ പിറന്നാള്. അപ്പൊ എന്താണ് വർക്ക്ഷീറ്റ് 14 ചെയ്യാൻ പറയുന്നത്? കളർ കൊടുക്കാനാണ് അല്ലെ, കളർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ 4 കേക്കുകൾ കണ്ടില്ലേ? 4 കേക്കിലും എന്താ ഉള്ളത്? മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പിറന്നാൾ കേക്ക് കണ്ടെത്തി ഓറഞ്ച് നിറം നൽകി തിരി കത്തിക്കൂ. എല്ലാ കേക്കിനും നിറം കൊടുക്കൂ. എന്നിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? അതെ, എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ പിറന്നാൾ കേക്ക്? നമ്മൾ പിറന്നാൾ കേക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ എത്ര മെഴുകുതിരിയെ കത്തിച്ച് വെച്ചിരിക്കുന്നത്? ആദ്യത്തെ കേക്കിൽ എത്ര മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്? എണ്ണി നോക്കൂ. 1 2 3 4 5. അപ്പൊ 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പിറന്നാളാണെങ്കിൽ ഈ കേക്ക് ആയിരിക്കും അല്ലെ നമ്മൾ കത്തിക്കുക. ഈ കേക്ക് ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യുക. അതേപോലെ ഓരോ കേക്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? മെഴുകുതിരി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എണ്ണി നോക്കിയിട്ട് ഏതാണ് നിങ്ങളുടെ പിറന്നാൾ കേക്ക് എന്ന് കണ്ടെത്തുക. അതിനെന്ത് ചെയ്യണം? ആ പിറന്നാൾ കേക്ക് കണ്ടെത്തിയിട്ട് ഓറഞ്ച് നിറം നൽകി തിരി കത്തിക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കി എല്ലാ കേക്കിനും നിറം കൊടുക്കുക. ഇവിടെ 6 വയസ്സുള്ള കുട്ടിയാണെങ്കിലോ ഇതായിരിക്കില്ലേ ആ കുട്ടിയുടെ പിറന്നാൾ കേക്ക്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? കത്തിച്ചു, നമ്മളെ മെഴുകുതിരികൾക്ക് നിറം കൊടുത്തു, കേക്കിന് നിറം കൊടുത്തു. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കേക്കിനും എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. അടുത്തത് വർക്ക്ഷീറ്റ് 15 പിറന്നാൾ മരം. ഇതും കളറിംഗ് തന്നെയാണ്. നമ്മുടെ 15ാമത്തെ വർക്ക്ഷീറ്റും കളറിംഗ് തന്നെയാണ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ എന്താ ചെയ്യാൻ പറയുന്നത് നമുക്ക് നോക്കാം. ആമിയുടെയും ചില കൂട്ടുകാരുടെയും പിറന്നാൾ ഓഗസ്റ്റ് മാസത്തിലാണ്. ഇതുപോലെ നിങ്ങളുടെ പിറന്നാൾ ഏത് മാസത്തിലാ? അപ്പൊ നമ്മുടെ ആമിയുടെയും കൂട്ടുകാരുടെയും പിറന്നാൾ ഏത് മാസത്തിലാ? ഓഗസ്റ്റ് മാസത്തിലാണ് അല്ലെ? ഓഗസ്റ്റ് മാസത്തിലാണ് ആമിയുടെയും ഫ്രണ്ട്സിന്റെയും ബർത്ത്ഡേ. അപ്പൊ ഓരോ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിഴി എന്ന് പറഞ്ഞ കുട്ടിയുടെ 1-ാം തീയതിയാണ്. അതുപോലെ നോക്കൂ, ഇസയുടെ പിറന്നാൾ 7-ാം തീയതി, നേഹയുടെ 8-ാം തീയതി. അങ്ങനെ ഓരോരുത്തരുടെയും പിറന്നാൾ ഡേറ്റ് ആണ് ഈ മരത്തിൽ കൊടുത്തിരിക്കുന്നത്. ആമിയുടെയും കൂട്ടുകാരുടെയും പിറന്നാൾ ദിനങ്ങൾക്ക് കലണ്ടറിൽ നിറം കൊടുക്കും. ഇപ്പൊ ഇവിടെ കലണ്ടർ കണ്ടില്ലേ? 2024 ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ ഓരോ ഡേറ്റിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മരത്തിൽ കാണുന്ന ഓരോ ഡേറ്റിനും എന്ത് ചെയ്യുക? നിറം കൊടുക്കുക ഇതുപോലെ. അപ്പൊ ഏതൊക്കെ ദിവസങ്ങൾക്ക് നിറം കൊടുക്കേണ്ടത്? 1 3 6 7 8 9 10 15 17 അല്ലെ? ഇത്രയും ദിവസങ്ങളിലാണ് ഈ കുട്ടികളുടെ പിറന്നാൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ ദിവസങ്ങളിൽ നിറം കൊടുക്കുക. അടുത്ത വർക്ക്ഷീറ്റ് 16 ആണ്. എന്ത് ചെയ്യാനാ പറയേണ്ടത്? എണ്ണി നോക്കിയിട്ട് എഴുതുന്നതാണ് കേട്ടോ. എണ്ണി നോക്കിയിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഓരോ ഗ്രൂപ്പും എണ്ണി നോക്കി അതിൽ എത്ര എണ്ണമാണ് ഉള്ളതെന്നാണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ക്യാരറ്റ്സ് ആണ് അല്ലെ? ക്യാരറ്റ്സ് ആണ്. അപ്പൊ ക്യാരറ്റുകൾ എണ്ണി നോക്കൂ. എത്ര ക്യാരറ്റ് ആണ് ഉള്ളത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 അല്ലേ? 16 ക്യാരറ്റ് ആണ് അല്ലെ? ഇതേപോലെ ഓരോ ഗ്രൂപ്പും എണ്ണി നോക്കൂ. അടുത്തത് 17, അടുത്ത എത്രയാ? 19 എണ്ണം ഉണ്ട്. പിന്നെ 18. ലാസ്റ്റ് വൺ ബോൾസ് എത്ര ഉള്ളത്? 18 എണ്ണമാണ് അല്ലെ? 18 ബോൾസ്. അടുത്തത് എണ്ണി എഴുതാം, ചേർത്ത് പറയാം. എണ്ണിയിട്ട്, അതായത് ഇവിടെ 2 കോളങ്ങളിലായിട്ട് 2 കോളങ്ങളിലും എന്തുണ്ട് കണ്ടോ? ഈ റെഡ് മാർക്ക് എന്ത് ചെയ്യുക? എണ്ണി നോക്കുക. എന്നിട്ട് എത്ര എണ്ണമാണ് ഉള്ളതെന്ന് എഴുതുക. ആ എഴുതിയ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ടാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ഇവിടെ ആദ്യത്തെ കോളത്തിൽ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട് അല്ലെ? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഫസ്റ്റത്തെ കോളത്തിൽ എല്ലാത്തിലും 10 ആണുള്ളത്. അടുത്ത കോളത്തിൽ നോക്കൂ, 1 2 3 4 5 6 6 അല്ലെ? ഇവിടെ 10 എഴുതി, അടുത്തിൽ 6 എഴുതി. 10ഉം 6ഉം കൂട്ടിയാൽ 10ഉം 6ഉം എത്രയാണ് ഉത്തരം? 16. 10ഉം 6ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാണ്? അതെ, 16 ആണ് അല്ലെ? ഇനി തൊട്ട് താഴെയുള്ളതൊന്ന് എണ്ണി നോക്കിയിട്ട് എഴുതൂ. ആദ്യത്തിൽ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. തൊട്ട് അടുത്ത കോളത്തിൽ എത്ര എണ്ണം ഉള്ളത്? 7 എണ്ണം. 10ഉം 7ഉം കൂട്ടിയാൽ എത്രയാ ഉത്തരം? 17. അടുത്തത് 10ഉം 8ഉം 18. 10ഉം 9ഉം 19. 10ഉം 10ഉം എത്ര ഉത്തരം? 10ഉം 10ഉം കൂട്ടി നോക്കി ഉത്തരം പറഞ്ഞേ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ? 10ഉം 10ഉം ഉത്തരം എത്രയാ? അതെ, ആൻസർ 20. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 17. ജീവികളുടെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന സംഖ്യ ഏതാണ്? ഇവിടെ 1 തൊട്ട് 20 വരെയുള്ള സംഖ്യകളാണ്. ചില സംഖ്യകളുള്ള കോളങ്ങൾ ഒരു ജീവികൾ ഉണ്ട് അല്ലെ? ആ ജീവികൾ ആ സംഖ്യകളെ മറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ഏത് സംഖ്യയാണെന്നാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. മറിഞ്ഞിരിക്കുന്ന സംഖ്യ ഈ കളങ്ങളിൽ നിന്നും കണ്ടുപിടിച്ച് വട്ടമിടൂ. ആദ്യത്തെ നോക്കൂ, ഇവിടെ നോക്കൂ, മീൻ ഇരിക്കുന്നത് ഏത് സംഖ്യയിലാണ് മീൻ ഇരിക്കുന്നത്? 2ന് തൊട്ട് മുന്നിലുള്ള സംഖ്യ. 2ന് തൊട്ട് മുന്നിലുള്ളത് ഏത് സംഖ്യയാണ്? 1 ആണ്. അപ്പൊ 1ന് വട്ടം വരയ്ക്കുക. അടുത്തത് എലി ഇരിക്കുന്നത് എവിടെയാണ്? അതെ, എവിടെയാ? 3ലാണ് അല്ലെ? 3. അടുത്തത്
മുയലിരിക്കുന്നത് 10-ല്, മൂങ്ങിയിരിക്കുന്നതോ 12-ലാണ് അല്ലെ, 12-ല്. പൂച്ചയിരിക്കുന്നത് 14-ലാണ്. അതേപോലെ അണ്ണാനിരിക്കുന്നത് 16-ല് അല്ലെ, 16-ല്. കുരങ്ങനിരിക്കുന്നതോ 18-ലാണ് അല്ലെ, 18-ലാണ് കുരങ്ങനിരിക്കുന്നത്. അടുത്തത് വർക്ക്ഷീറ്റ് 18. വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കൂ. ഒഴിഞ്ഞ കളങ്ങളിലെ മുത്തുകൾ വരയ്ക്കൂ, സംഖ്യകൾ എഴുതൂ. ഈ നടുവിലുള്ള കോളത്തില് ഈ കാണുന്ന ഈ കോളത്തില് 10 മുത്തുകളാണ് ഉള്ളത്. പിന്നെ ഓരോ കോളങ്ങളും ഓരോ സംഖ്യകൾ വീതമാണ് ഉള്ളത്. അതായത് ഇവിടെ നമുക്ക് എണ്ണി നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് അത് തൊട്ടടുത്തായിട്ട് നമ്പറും എഴുതണം, ഏതാ സംഖ്യ എന്നും എഴുതണം. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 11 എന്നാണ് സംഖ്യ തന്നിരിക്കുന്നത്. അപ്പൊ എത്ര മുത്തുകൾ വരച്ചാലാണ് 10 എന്നുള്ളത് 11 ആവുക? 10ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 11 ആവുക? 1 ആണ് അല്ലെ. 10ഉം 1ഉം 11. നമ്മൾ പഠിച്ചിരുന്നു 10ഉം 1ഉം എത്രയാ? 11 അല്ലെ. അപ്പൊ എത്ര മുത്ത് വരയ്ക്കണം? ഒരു മുത്ത് വരച്ചാൽ മതി അല്ലെ. ഇവിടെ ഒരു മുത്ത് വരച്ചാൽ എന്തായി? ഈ 10ഉം ഈ 1ഉം കൂടെ കൂട്ടിയാൽ, ഇവിടെ 10 എണ്ണമാണ് ഉള്ളത്, ഈ 10ഉം ഈ 1ഉം കൂട്ടിയാൽ 11. ഇവിടെയാണ് സംഖ്യ എഴുതേണ്ടത് കേട്ടോ. അതിനാണ് ഈ കോളങ്ങൾ വിട്ടിരിക്കുന്നത്. സംഖ്യ എഴുതണം. 11. ഇവിടെ 11 നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ മുത്താണ് വരയ്ക്കേണ്ടത്. അടുത്തത് ഇവിടെ നോക്കൂ, സംഖ്യ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ മുത്ത് വരച്ചിട്ടുണ്ട്, സംഖ്യ എഴുതണം. ഇവിടെ 10 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം. 10ഉം 4ഉം എത്രയാ? 14. അടുത്തത് ഇവിടെ സംഖ്യ എഴുതിയിട്ടുണ്ട്, 10 15 ആവണം അല്ലെ. 15 ആവണമെങ്കിൽ എത്ര മുത്ത് വരയ്ക്കണം? 5 മുത്തുകളാണ് വരയ്ക്കേണ്ടത്. അടുത്തത് നമ്മൾ സംഖ്യ എഴുതുക. 10ഉം ഇവിടെ 6 എണ്ണമാണ് ഉള്ളത്. 10ഉം 6ഉം 16. അടുത്തത് 17. ഇവിടെ സംഖ്യയുണ്ട്, മുത്തുകൾ വരയ്ക്കുക. 10ന്റെ കൂടെ 10 17 ആവാൻ, 10 എന്നുള്ളത് 17 ആവാൻ എത്ര മുത്തുകൾ വരയ്ക്കണം? 7 മുത്തുകളാണ് വരയ്ക്കേണ്ടത് അല്ലെ. 10ഉം 7ഉം ആണ് 17. അടുത്തത് 10ഉം 8ഉം ചേർന്നാൽ എത്രയാ? 18. അടുത്തത് 19 എഴുതിയിട്ടുണ്ട്. അപ്പൊ 10ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 19 ആവുക? 9 ആണ് അല്ലെ. അപ്പൊ 9 മുത്തുകൾ കൂടെ വരയ്ക്കുക. ഓക്കെ, ഓരോ സംഖ്യയും ആദ്യം ചെയ്തിരിക്കുന്ന പോലെ എഴുതുക. ഇവിടെ നോക്കൂ, 10ഉം 1ഉം കൂട്ടിയാൽ ഉത്തരം എന്താണെന്ന് പഠിച്ചു അല്ലെ. 10ഉം 1ഉം എത്രയാ? 11. അപ്പൊ അടുത്തത് എന്ത് എഴുതണം? അതെ, 10ഉം 2ഉം എത്രയാ? 12. 10ഉം 3ഉം 13. 10ഉം 4ഉം 14. അടുത്തതോ 14 കഴിഞ്ഞ അടുത്ത സംഖ്യ എത്രയാ? 15 ആണ് അല്ലെ. 15 കിട്ടാൻ 10ന്റെ കൂടെ എത്ര കൂട്ടണം? 10ഉം 5ഉം 15. 10ഉം 6ഉം 16. 10ഉം 7ഉം 17. 10ഉം 8ഉം എത്ര ഉത്തരം? 18. 10ഉം 9ഉം 19. 19 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയാണ്? 20 ആണ് അല്ലെ. 20 കിട്ടാൻ 10ന്റെ കൂടെ എത്ര കൂട്ടണം? 10 കൂട്ടണം അല്ലെ. 10ഉം 10ഉം 20. അടുത്തത് വർക്ക്ഷീറ്റ് 19. വഴി കണ്ടെത്താം. ആമയുടെ പിറന്നാളിന് ചിന്നനെലിക്കും കേക്ക് കിട്ടി. കേക്കുമായി മാളത്തിലേക്ക് പോകുന്ന ചിന്നനെലിക്ക് വഴി കാണിച്ചു കൊടുക്കാമോ? ശരിയായ വഴിയിലുള്ള വട്ടങ്ങൾ ചേർത്ത് വരയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിവിടെ സംഖ്യകൾ എഴുതുകയും ചെയ്യണം. ചിന്നനെലിയെ ഇവിടെ കണ്ടോ, വഴി വരയ്ക്കുകയാണ് അല്ലെ. വഴി വരച്ച് എവിടെ എത്തിക്കുക? ചിന്നനെലിന്റെ മാളത്തിൽ എത്തിക്കുക. ഒപ്പം തന്നെ വഴിയുടെ അവിടെ കാണുന്ന ഈ കോളങ്ങളിലെല്ലാം തന്നെ സംഖ്യകൾ എഴുതണം. എല്ലാ വട്ടത്തിലും സംഖ്യകൾ എഴുതണ്ട, 1 തൊട്ട് 20 വരെയുള്ള സംഖ്യകളാണ് എഴുതി ചേർക്കേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നെന്ന്. 1 എഴുതിയിട്ടുണ്ട്, അടുത്തത് 2, 3, അങ്ങനെ എന്ത് ചെയ്യുക? തുടർച്ചയായിട്ടുള്ള 20 വരെയുള്ള സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യുക? ചിന്നനെലി മാളത്തിലേക്ക് പോകുന്ന വഴിയിലാണ് എഴുതേണ്ടത്. കണ്ടോ? എന്നിട്ട് വഴിയും കൂടെ വരയ്ക്കുക. ഇതുപോലെ വഴിയും കൂടെ വരച്ചു വെക്കുക. അടുത്തത് വർക്ക്ഷീറ്റ് 20. പൂർത്തിയാക്കാം. ഓരോ കാർഡിലും തുടർച്ചയായ സംഖ്യകളാണ് വേണ്ടത്. ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ. ഇവിടെ കുറച്ച് ആൾക്കാർ കാർഡ് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഓരോ കാർഡും എന്താണ്? തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം കാക്കയുടെ കയ്യിലുള്ള കാർഡ് നോക്കാം. കാക്ക ഏതാ ഇതില്? ഇതാ അല്ലെ, ഇവിടെ ഫസ്റ്റത്തെ കാക്ക. കാക്കയുടെ കയ്യിലുള്ള കാർഡിൽ എത്ര സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത്? 2 സംഖ്യകളുണ്ട് അല്ലെ. 1ഉം ഉണ്ട്, 4ഉം ഉണ്ട്. അപ്പൊ അടുത്ത് വിട്ടുപോയ 2 സംഖ്യകൾ എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. 1 കഴിഞ്ഞാലുള്ള സംഖ്യ എത്രയാണ്? നമ്മൾ പഠിച്ചിരുന്നു. 1 കഴിഞ്ഞാൽ എത്രയാ? 2. 2 കഴിഞ്ഞാലോ? 3 അല്ലെ. 2 കഴിഞ്ഞാൽ 3. 3 കഴിഞ്ഞാൽ 4. അതിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ 1, 2, 3, 4. അടുത്തത് ഇവിടെ നോക്കൂ, ഒരു പപ്പീന്റെ കയ്യില് കാർഡ്സ് ഉണ്ട്. ഏത് കാർഡാണ് ഉള്ളത്? 6 എന്ന സംഖ്യ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ 6ന് തൊട്ട് മുമ്പുള്ള 2 സംഖ്യകളും എഴുതുക, 6 കഴിഞ്ഞുള്ള സംഖ്യയും എഴുതണം. ഏതൊക്കെ എഴുതണം? 4ഉം 5ഉം എഴുതണം അല്ലെ. പിന്നെ 6 കഴിഞ്ഞാൽ 7 എഴുതണം. അടുത്ത തത്തമ്മയുടെ കയ്യിലോ? തത്തമ്മയുടെ കയ്യിലുള്ള കാർഡിൽ 11 ആണ് ഉള്ളത്. 11ന് തൊട്ട് മുമ്പുള്ള 2 സംഖ്യകൾ ഏതൊക്കെയാ? 9ഉം 10ഉം. 11 കഴിഞ്ഞാൽ 12. അടുത്തവിടെ നോക്കൂ, ഒരു കുട്ടിയുടെ കയ്യില് 14ന്റെ കാർഡുണ്ട്. അതിൽ 14 എന്നാണ് എഴുതിയിരിക്കുന്നത്. 14 കഴിഞ്ഞാലുള്ള 14ന് ശേഷം വരുന്ന 3 സംഖ്യകളാണ് എഴുതേണ്ടത്. അപ്പൊ 14 കഴിഞ്ഞാൽ എത്രയാ? 15, 16, 16, 17.
അടുത്തത് മുയലിന്റെ കയ്യിലോ 10 ആണ് അല്ലെ, 10 ആണ് ഉള്ളത്. 10ന് തൊട്ട് മുമ്പുള്ള 3 സംഖ്യകൾ ഏതൊക്കെയാണ്? 3 സംഖ്യകള് 7ഉം 8ഉം 9ഉം. അടുത്തത് പൂച്ചയ്ക്കോ 20 ആണ് അല്ലെ ഉള്ളത്. 20ന് തൊട്ട് മുമ്പ് ഏതൊക്കെ സംഖ്യകളാ? 17, 18, 19. അടുത്തത് തുടർച്ചയായ സംഖ്യകൾ ഞാൻ എഴുതിയത്. അപ്പൊ ഇതുപോലെ തുടർച്ചയായിട്ടുള്ള 4 സംഖ്യകൾ വീതം ഈ 2 കാർഡുകളിലായിട്ട് എഴുതി ചേർക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നത് 10, 11, 12, 13. അടുത്ത കാർഡില് 5, 6, 7, 8. അടുത്തത് വർക്ക്ഷീറ്റ് 21. ചാടി നോക്കാം. 2 പേരാണ് ചാടുന്നത്. നബയും സിയോണും ആണ് ചാടുന്നത്. അപ്പൊ നോക്കൂ, നബ ചാടുന്നത് ഒന്നിന്ന് ഇവിടെ ആരോ ശ്രദ്ധിക്കുക, ഈ ആരോ വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. 1ന്ന് 11ലേക്കും, 11 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 13, 13 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ എങ്ങോട്ടാ? 15ലോട്ട് അല്ലെ. ഇങ്ങനെയാണ് നമ്മുടെ നബ ചാടുന്നത്. സിയോൺ ചാടുന്നതോ 10, 10ന്ന് 2, 2ന്ന് 12, 12ന്ന് 4, 4ന്ന് 14. ഇങ്ങനെയാണ് സിയോൺ ചാടുന്നത്. ഇതുപോലെ ചാടിയാൽ നബ ചാടുന്ന അടുത്ത കളം ഏതാണ്? ഇവിടെ നിൽക്കുന്നത് 5 ആണ് അല്ലെ. 5 നബ എങ്ങോട്ട് ചാടും? 15ലോട്ട് ചാടും. അപ്പൊ ആരോ വരയ്ക്കണം. ഇതുപോലെ ആരോ വരയ്ക്കുക. എങ്ങനെ കണ്ടുപിടിച്ചു പറയൂ? ഇനി ചാടുന്ന കളങ്ങൾ വരച്ച് യോജിപ്പിക്കുക. ഇവിടെ വരകൾ ആരോ വരച്ച് യോജിപ്പിക്കുക. 15 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 17, 17 നേരെ 9ലോട്ട്, 9ന്ന് 19ലോട്ട് അല്ലെ. നബ അവസാനം ചാടുന്ന കളം ഏതായിരിക്കും? 19. നബ ചാടിയ കളങ്ങളിലെ സംഖ്യകൾ എഴുതാം അല്ലെ. ആദ്യം 1, അങ്ങനെ നബ ചാടിയ സംഖ്യകൾ എഴുതുക. ഓർഡറിൽ എഴുതുക. 1, 11, 3, 13, 5, 15, 7, 17, 9, 19. ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. എങ്ങനെ എഴുതണ്ടേ? ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എഴുതുക. അങ്ങനെ ചെറുതിൽ നിന്നും വലുതെന്ന ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ വരിക? 1, 3, 5, 7, 9, 11, 13, 15, 17, 19. അടുത്തത് സിയോണിന്റെ ആണ്. സിയോൺ 10ൽ നിന്നാണ് ചാടാൻ തുടങ്ങിയത് എങ്കിൽ സിയോൺ അവസാനം ചാടുന്ന കളം ഏതാണ്? വരച്ചു കണ്ടുപിടിക്കുക കേട്ടോ. ആരോ വരയ്ക്കുക. 14ലാണ് നിൽക്കുന്നത്. 14ന് നേരെ 6ലോട്ട്, 6ന്ന് 16ലോട്ട്, 16ന് 8ലോട്ട്, 8ന്ന് 18ലേക്ക്. അപ്പൊ അവസാനം ചാടുന്ന കളം ഏതായിരിക്കും? 18. സിയോൺ ചാടിയ കളങ്ങൾ വരച്ചു യോജിപ്പിക്കൂ. വരച്ചു യോജിപ്പിച്ചു അല്ലെ. ഇനി അത് ഇവിടേക്ക് എഴുതാം. ഇതുപോലെ എഴുതുക. അതിന് ആ സംഖ്യകളെ വലുതിൽ നിന്നും ചെറുതെന്ന രീതിയിലേക്കാണ് എഴുതേണ്ടത് കേട്ടോ. വലിയ സംഖ്യയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതുക? 18, 16, 14, 12, 10, 8, 6, 4, 2. അടുത്തത് വർക്ക്ഷീറ്റ് 22. കൂട്ടി എഴുതി സംഖ്യാമാല പൂർത്തിയാക്കാം. ഇതൊരു സംഖ്യാമാലയാണ് കേട്ടോ. അപ്പൊ ഏത് സംഖ്യന്ന് തുടങ്ങുന്നത്? 20 എന്നാണ് അല്ലെ. 20 ഉത്തരമായി കിട്ടാൻ ഏതൊക്കെ സംഖ്യകൾ തമ്മിലാണ് കൂട്ടിയത്? 10ഉം 10ഉം. ഇത് കൂട്ടുന്ന ഒരു സംഖ്യാമാലയാണ് കേട്ടോ. കൂട്ടി നോക്കി ആൻസർ കണ്ടുപിടിക്കണം. 10ഉം 10ഉം ആണ് എന്ത്? 20. അങ്ങനെയാണെങ്കിൽ 10 ഉത്തരം കിട്ടാൻ 10 ഇവിടെ ആൻസർ ആയിട്ട് കിട്ടാൻ 7ന്റെ കൂടെ ഏത് സംഖ്യയാണ് കൂട്ടി നോക്കേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് 7ന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാൽ 10 ഉത്തരം കിട്ടും, അതാണ് നമ്മൾ ഇവിടെ ഈ വട്ടത്തിനകത്ത് എഴുതേണ്ടത്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വേഗം പറയൂ. നമുക്ക് 10 ആണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. 10 ആണ് ആൻസർ. 7 എന്ന സംഖ്യയുടെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 10 ഉത്തരമായി കിട്ടുക? അറിയോ എങ്ങനെ ചെയ്യുക? നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും അല്ലെ. ഇനി ആൻസർ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നോക്കുക എങ്ങനെ ചെയ്യാൻ. നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം? ഒരു 10 വര വരയ്ക്കുക. 10 വര വരച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക? 10 ലൈൻസ്. നമുക്ക് 10 അല്ലേ ഉത്തരം? 10 ആണ് ഉത്തരം അല്ലെ. അപ്പൊ 10 ലൈൻസ് വരയ്ക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വര വരച്ചു. ഇവിടെ നോക്കൂ 7 ആണ് അല്ലെ. 7 ഉത്തരം 7 ഉണ്ട്. 7ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക? ഇതാണ് ഇവിടത്തെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് 7 എന്നുള്ള സംഖ്യ, അതായത് 7 നമുക്ക് ഇവിടെ വെട്ടണം. 10 വര വരച്ചു. 7 വര വെട്ടുക. 1, 2, 3, 4, 5, 6, 7. ബാക്കി എത്ര വരെയാണ് വെട്ടാത്തതായിട്ടുള്ളത്? അതെ, ബാക്കി 3 വരകൾ വെട്ടാത്തതുണ്ട്. അപ്പൊ ഉത്തരം എത്രയാ? 3. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഇതുപോലെ നോക്കൂ 7 ആണ് ഉത്തരം അല്ലെ. 7ഉം 3ഉം കൂട്ടിയാൽ 10 ഉത്തരം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ 7 ഇവിടെ വന്നിട്ടുണ്ട്. 7നെ 4 ഇവിടെ എഴുതിയിട്ടുണ്ട്. 7 രണ്ടാക്കി നമ്മൾ രണ്ടാക്കിയിട്ട് 4 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ 4ന്റെ കൂടെ ഏത് കൂട്ടുമ്പോഴാണ് 7 കിട്ടുക? അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അതും ഇതുപോലെ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് വേഗം എളുപ്പത്തിൽ അറിയാമെങ്കിൽ ഉത്തരം പറയുക. അപ്പൊ 7 ഉത്തരമായി കിട്ടാൻ 4ന്റെ കൂടെ എത്ര കൂട്ടണം? അതെ, 3. ഇവിടെ നോക്കൂ ഉത്തരം 3 ആണ്. 3. അപ്പൊ ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 3 ഉത്തരം കിട്ടുക? 2ഉം 1ഉം അല്ലെ. 2ഉം 1ഉം 3, അല്ലെങ്കിൽ 1ഉം 2ഉം എന്താ
3 തന്നെയാണ്. അതേപോലെ തന്നെയാണ് അടുത്തും ചെയ്യേണ്ടത്. 10 ഉണ്ട്, ഇവിടെ 6 എഴുതിയിരിക്കുന്നത്. 6ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 10 കിട്ടുക? 4. ഇനി 6 ഉത്തരമായി കിട്ടാൻ ഏതൊക്കെ തമ്മിൽ കൂട്ടണം? 4ഉം 2ഉം അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? 5ഉം 1 എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. 5 1 എഴുതാം, 3 3 എന്ന് എഴുതാം. അതും ഉത്തരം എന്താ? 6 തന്നെയായിരിക്കും. അടുത്ത 4 ഉത്തരമായി കിട്ടാൻ ഏതൊക്കെ നമുക്ക് എഴുതാം? ഇവിടെ എഴുതാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 3 1. അതല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? അതല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സംഖ്യ ഏതായിരിക്കും? 2 2 അല്ലെ? ഇവിടെ നമുക്ക് 6 ഉത്തരമായി കിട്ടാൻ 4 2 എഴുതിയാലും കറക്റ്റ് ആണ്. അതല്ല 5, അതല്ലാതെ 5ഉം 1ഉം എഴുതാം. പിന്നെ അല്ലെങ്കിൽ 3 എന്ന് എഴുതിയാലും ഉത്തരം എന്താ? 6 ആണ് വരിക അല്ലെ? അടുത്തത് എന്താ? നെക്സ്റ്റ് നോക്കൂ. കളങ്ങളിലെ സംഖ്യകൾ കൂട്ടിയാൽ നേരെയുള്ള വട്ടത്തിലുള്ള ഉത്തരമായി വരുന്ന സംഖ്യ കിട്ടും. വിട്ടുപോയവ എഴുതി ചേർക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ ഉള്ള ഉത്തരമാണ് 8 അല്ലെ? അപ്പൊ അതേപോലെ അടുത്ത വട്ടത്തിനകത്തുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2ഉം 8ഉം കൂടിയാണ് കൂട്ടേണ്ടത്. 2ഉം 8ഉം കൂടെ കൂട്ടി ഉത്തരം പറയൂ. എത്ര ആൻസർ? 2ഉം 8ഉം കൂട്ടിയാല് അതെ 10 ആണ് ഉത്തരം അല്ലെ? 10 ആണ് ഉത്തരം. അടുത്തത് 5ഉം 2ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാ? 7. 3ഉം 8ഉം താഴേക്കാണ് കൂട്ടേണ്ടത് കേട്ടോ. ഈ 5ഉം ഈ 2ഉം കൂട്ടുക, ഉത്തരം 7 എഴുതുക. 3ഉം 8ഉം കൂട്ടിയാൽ ഉത്തരം എത്രയാ? 11. ഇവിടെ നോക്കൂ, ഈ താഴത്തുള്ള രണ്ട് വട്ടങ്ങൾ 7ഉം 11ഉം കൂടെ കൂട്ടി നോക്കൂ, ഉത്തരം എത്രയാണ്? 7ഉം 11ഉം കൂട്ടിയാല് 7ഉം 11ഉം കൂട്ടിയാൽ ഉത്തരം എന്താ കിട്ടുക? 18 ആണ് ഉത്തരം കിട്ടുക അല്ലെ? 18 അല്ലെ ഉത്തരമായിട്ട് കിട്ടിയത്? അത് തന്നെയല്ലേ നിങ്ങൾക്ക് 8ഉം 10ഉം 8ഉം കൂടെ കൂട്ടുമ്പോഴും ഇതും കൂടെ പ്ലസ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ഉത്തരം എന്താ? 18 തന്നെയല്ലേ കിട്ടുന്നത്? അതാണ് ഇവിടെ ചെയ്യുന്നത്. 7ഉം 11ഉം കൂട്ടിയാലും 18 ആണ് ഉത്തരം. 10ഉം 8ഉം കൂട്ടിയാലും 18 ആണ്. അപ്പൊ അതേപോലെ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നോക്കൂ, ഇവിടെ വട്ടത്തിനകത്ത് 11 ആണ്. അതായത് 6ന്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ 11 കിട്ടി. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇവിടെ ചെയ്ത പോലെ കണ്ടുപിടിച്ചാൽ മതി. 11ൽ നിന്ന് 6 കുറയ്ക്കുക. 11ൽ നിന്ന് 6 കുറച്ചാൽ ഉത്തരം 5 ആണ്. അടുത്തത് 5ഉം 4ഉം കൂട്ടുക. ഉത്തരം എത്രയാണ്? 5ഉം 4ഉം കൂട്ടിയാൽ 9. ഇവിടെ നോക്കൂ, ഇവിടെ 9 തന്നിട്ടുണ്ട് അല്ലേ? ഇതാ ഇവിടെ 9ഉം തന്നിട്ടുണ്ട്. അപ്പൊ 6ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 9 ഉത്തരം കിട്ടുക? അതെ, 6ന്റെ കൂടെ 3 കൂട്ടിയാൽ 9 ആണ് അല്ലെ? അപ്പൊ 4 3ഉം ഉത്തരം 7. സംഖ്യകൾ നോക്കൂ. അടുത്തത് വർക്ക്ഷീറ്റ് 23 ആണ്. സംഖ്യകൾ നോക്കൂ. ഇവിടെ കാണുന്ന സംഖ്യകൾ കണ്ടില്ലേ? 10 8 12 6 9 15 17 5 13 11. ഇനി താഴെ പറയുന്നവയ്ക്ക് ഉത്തരം എഴുതൂ. ഇവയിൽ ഏറ്റവും ചെറിയ സംഖ്യ, അതായത് ഈ തന്ന സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 5 ആണ്. ഏറ്റവും വലിയ സംഖ്യ 17. 10നേക്കാൾ ചെറിയ സംഖ്യകൾ ഏതാ? ആ 10നേക്കാളും ചെറിയ സംഖ്യകൾ മാത്രം എഴുതുക. 5 6 8 9. 10നും 15നും ഇടയിലുള്ള സംഖ്യകൾ ഏതാ? 11ഉം 12ഉം 13ഉം അല്ലെ? 3 സംഖ്യകളാണ്. 15നേക്കാൾ വലിയ സംഖ്യ ഏതാണ്? 17 മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. സംഖ്യകളെ ക്രമമായി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അതായത് ഇവിടെയുള്ള സംഖ്യകളെ ചെറുതിന്ന് വലുതെന്ന ക്രമത്തിൽ എഴുതുക. 5 6 8 9 10 11 12 13 15 17 ചെറുതിൽ നിന്നും വലുതെന്ന ക്രമത്തില്. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പാഠം ആമിയുടെ പിറന്നാൾ എന്നുള്ള ചാപ്റ്ററിന്റെ നമ്മുടെ വർക്ക് ബുക്കിന്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായില്ലേ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്